ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉൾപ്പെടെയുള്ളവരിവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇങ്ങോട്ടേക്ക് എത്തും. ഈ മേഖലയിൽ എങ്ങനെയാണ് ഒരു ആനകളുടെ ശല്യവും അതുപോലെ തന്നെ വന്യമൃഗാക്രമണവും? ഈ അതിരപ്പള്ളി, പരിയാരം, കോടശ്ശേരി മേഖലയിലുള്ള ആനകളുടെ വലിയ ശല്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ കൃഷിനാശവും അതുപോലെ തന്നെ വലിയ രീതിയിൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്ലാന്റേഷൻ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സമരം നടത്തി നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. ഇതുണ്ടായത് വളരെ ദാരുണമായൊരു സംഭവമാണ്. ഈ അതിരപ്പള്ളി മേഖലയിലെ ആദിവാസികൾ അനുഭവിക്കുന്ന വലിയ ദുരന്തത്തിൻ്റെ ഒരു ബാക്കിപത്രമാണ് വത്സ മരണപ്പെടാനായിട്ടുണ്ടായ സാഹചര്യം. ഇവിടെ വനാവകാശ നിയമം നടപ്പിലാക്കിയ ഒരു പ്രദേശമാണ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ആദിവാസികൾക്ക് 5 ഏക്കർ ഭൂമി വരെ കൃഷി ചെയ്യാനായിട്ട് ഈ വനാവകാശ നിയമം അനുസരിച്ച് കൊടുക്കണമെന്ന് വനാവകാശ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് അത്തരത്തിൽ കൃഷി ചെയ്യാനായിട്ടുള്ള കൃഷിഭൂമി കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ആദിവാസികൾക്ക് അവർക്ക് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായിട്ട് ഈ കാട്ടാനയുടെ മുമ്പിൽ എത്തിപ്പെടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദമായ സമീപനത്തിൻ്റെ ഇരയാണ് ഈ ആദിവാസികൾ. ഈ അല്പസമയം മുമ്പ് ഈ ഒരു മൂപ്പനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഒരു മൂപ്പൻ പറഞ്ഞതും അതായത് ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയ സമയത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്, ആനയുടെ ആക്രമണം ഉണ്ടായതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ഈ മേഖലയിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരു മൂപ്പൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അത് തന്നെയാണ് വ്യക്തമായത്. ശരി ലിഷോ.